കാൽക്കുലസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ടു എസ്റ്റാബ്ലിഷ് ദ എക്സ്ട്രീമാസ് ഓഫ് എ ഫങ്ഷൻസ് വിത്ത് ടു വേരിയബിൾസ്. സോ ടു സം അപ്പ് ദ ഹോൾ തിങ്, നമ്മൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒരു ഫംഗ്ഷന് ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ മാക്സിമോ മിനിമോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഓക്കെ, സോ the theorem says that the only place in which a function f of xy can have an extremum value is ഒന്ന് fx is equal to 0 and fy is equal to 0, and the points are integer points. സോ തിയറം 1 പറയുന്നത് ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷന് അതിൻ്റെ മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും 0 ആയിരിക്കണം. സോ അങ്ങനെയുള്ള പോയിൻറ്റ്സ്, അങ്ങനെയുള്ള ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ മാത്രമേ മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ഫംഗ്ഷന് മാക്സിമോ മിനിമോ ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ ആ പോയിൻറ്റ്സ് ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആയിരിക്കണം, അവിടെ അതുപോലെ എഫ് എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും 0 ആയിരിക്കണം. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിലാണ്. ചില കേസിൽ എക്സ്ട്രീമം പോയിൻറ്റ്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതെയും ഇരിക്കാം. സോ അങ്ങനെയുള്ള കേസിലും എന്തുണ്ടാകാം, മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യാം. സോ സെക്കൻഡ് പോസിബിലിറ്റി ഈസ് interior points in which fx or fy and fy do not exist. തിയറം പറയുന്നത് എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കണം, 0 ആയിരിക്കണം ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ. ഓക്കെ, അങ്ങനെയുള്ള പോയിൻറ്റ്സിൽ എക്സ്ട്രീമം ആണെങ്കിൽ എക്സ്ട്രീം വാല്യൂസിൻ്റെ കേസിൽ അത് ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. ചില കേസിൽ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ എന്തും എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം, പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. സോ എക്സ്ട്രീം വാല്യൂസ് ആകണമെങ്കിൽ അത് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കണം, 0 ആയിരിക്കണം. ചില കേസിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ത് ചെയ്യാതിരിക്കാം, എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. ഇത് രണ്ടും ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെ കേസിലാണ്. പക്ഷേ ബൗണ്ടറി പോയിൻറ്റ്സിൽ അല്ലെങ്കിൽ എൻ പോയിൻറ്റ്സിൻ്റെ കേസിൽ പറയുന്നില്ല, ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സോ അവിടെയും ബൗണ്ടറി പോയിൻറ്റ്സിലും എന്ത് ചെയ്യാം, മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓർ ദ തേർഡ് പോസിബിലിറ്റി ഈസ് ദ പോയിൻറ്റ്സ് ആർ ബൗണ്ടറി പോയിൻറ്റ്സ്. സോ ഒരു ഫംഗ്ഷന് മാക്സിമവും മിനിമവും എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പോയിൻറ്റ്സ് ഈ പറയുന്ന 3 പോസിബിലിറ്റിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. ഒന്നുകിൽ ആ പോയിൻറ്റ്സ് ഒരു ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആയിരിക്കണം, അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എഫ് എക്സും എഫ് വൈയും 0 ആയിരിക്കണം. രണ്ടാമത്തേത് പോയിൻറ്റ്സ് ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആയിരിക്കണം, അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് രണ്ടും എക്സിസ്റ്റ് ചെയ്യരുത്. മൂന്നാമത്തെ പോസിബിലിറ്റി ആ പോയിൻറ്റ്സ് ഒരു ബൗണ്ടറി പോയിൻറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഒരു ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം ഒരു പോയിന്റിൽ ഉണ്ടാകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ 3 കണ്ടീഷൻ ഷുഡ് ബി ഹോൾഡിങ്. ഒന്നുകിൽ ആ പോയിന്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, ആ പോയിൻറ്റ്സിൽ 2 പാർഷ്യൽ ഡെറിവേറ്റീവും 0 ആയിരിക്കണം. അല്ലെങ്കിൽ ആ പോയിൻറ്റ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ മൂന്നാമത് ആ പോയിൻറ്റ്സ് ബൗണ്ടറി പോയിൻറ്റ്സ് ആയിരിക്കണം. ഇനി നമ്മൾ പ്രീവിയസ് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ കേസിൽ പഠിച്ചതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും ആ വാല്യൂ 0 ആകുന്ന പോയിൻറ്റ്സിനെ നമുക്ക് സാധാരണയായിട്ട് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് വിളിക്കാം. സോ നെക്സ്റ്റ് ഈസ് വി ആർ ഗോയിങ് ടു ഡിഫൈൻ വാട്ട് ഈസ് എ ക്രിട്ടിക്കൽ പോയിൻറ്റ്. സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്,
സോ നമ്മൾ സിംഗിൾ ഡെറിവേറ്റീവ് കേസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആകണമെങ്കിൽ ആ പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, ആ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം, അല്ലെങ്കിൽ ആ പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യരുത്. സോ അത് തന്നെയാണ് ഇവിടെയും 2 വേരിയബിൾ കേസിലും നമ്മൾ പറയുന്നത്. ആൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് എ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ വെയർ ബോത്ത് fx and fy exist and are 0 or both fx and fy do not exist is called a critical point. ഒരു പോയിന്റ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻറ്റീരിയർ, അതിൻ്റെ ഡൊമൈൻ്റെ അകത്തെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ എഫ് എക്സും എഫ് വൈയും അവിടെ എക്സിസ്റ്റ് ചെയ്യുകയും അത് രണ്ടും 0 ആകുകയും വേണം, അല്ലെങ്കിൽ എഫ് എക്സും എഫ് വൈയും അവിടെ എക്സിസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ഇങ്ങനെയുള്ള പോയിൻറ്റ്സുകളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് കൺസിഡർ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ക്ലിയർലി ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ, എക്സിലും വൈയിലുമുള്ളൊരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇത് ഡിഫറൻഷ്യബിൾ ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എഫ് എക്സും എഫ് വൈയും 0 ആകുന്ന പോയിൻറ്റ്സ് ആണ്. സോ എഫ് എക്സ് ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് ആക്ച്വലി 2x is equal to 0 implies x is equal to 0. Now fy which is equal to 2y is equal to 0 implies y is equal to 0. So x ഉം y ഉം 0 ആകുന്ന പോയിന്റ്സ് ആണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ്. സോ ദ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 0 0 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, സോ ദാറ്റ്സ് ദി ഐഡിയ. സോ ദ പോയിന്റ് point 0 0 origin is the critical point. Okay, so നമുക്ക് തൊട്ടും പ്രീവിയസ്ലി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് എക്സ്ട്രീമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ 0 ആകുക, അല്ലെങ്കിൽ രണ്ടും എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക. ഈ രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയാം. അതായത് ഒരു ഫംഗ്ഷന്, ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ എക്സ്ട്രീമം എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഒന്നുകിൽ അതൊരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ബൗണ്ടറി പോയിൻറ്റ്സ് ആയിരിക്കും. ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് വെച്ചാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുക, അത് 0 ആകുക, അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക. ടു സം അപ്പ് ദ ഹോൾ തിങ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ഹാസ് a function, that's the remark, a function fxy. So we can sum up the whole thing as a function f of xy has an extremum at either on a critical point or on a boundary point. ഒന്നുകിൽ ആ ഫംഗ്ഷൻ്റെ എക്സ്ട്രീം എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ് ഒന്നുകിൽ ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബൗണ്ടറി പോയിന്റ് ആയിരിക്കും. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ചാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും അത് 0 ആകുന്ന പോയിന്റ്സ്, അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ. നൗ there are points, there are functions in which function neither has a maximum nor has a minimum. മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യാത്ത ഫംഗ്ഷനും ഉണ്ട്. അങ്ങനെയുള്ള പോയിൻറ്റ്സുകൾ എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്? അങ്ങനെയുള്ള പോയിൻറ്റ്സുകളെയാണ് നമ്മൾ സാഡിൽ പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പോയിൻറ്റ്സ് സാഡിൽ പോയിൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ മാക്സിമം അല്ല മിനിമം അല്ല ആയിരിക്കണം, അല്ലെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷന് ആ പോയിന്റിനെക്കാട്ടിലും വലുതായിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂസ് ഉണ്ടായിരിക്കണം, ആ പോയിന്റിനെക്കാട്ടിലും വലുതായിട്ട് മിനിമം ആയിട്ടും ഫംഗ്ഷൻ്റെ വാല്യൂസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള പോയിൻറ്റ്സുകളെയാണ് നമ്മൾ സാഡിൽ പോയിൻറ്റ്സ്, അല്ലെങ്കിൽ ഫംഗ്ഷന് മാക്സിമമോ മിനിമമോ എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സുകളെയാണ് നമ്മൾ സാഡിൽ പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അല്ലാത്തുള്ള പോയിൻറ്റ്സുകളെ നമ്മൾ ജനറലൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റ് എല്ലാ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും ഇൻ ജനറൽ നമുക്ക് ഫംഗ്ഷന് മാക്സിമോ മിനിമോ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മൾ പറഞ്ഞത് ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ എക്സ്ട്രീമം വാല്യൂ ഉണ്ടെങ്കിൽ അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒന്നുകിൽ 0 ആകും എന്നാണ് പറഞ്ഞത്. തിരിച്ച് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആകുന്ന എല്ലാ പോയിൻറ്റ്സിലും ഫംഗ്ഷന് മാക്സിമമോ മിനിമമോ ഉണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. സോ there may be points or there may be critical points in which the function has neither a maximum nor a minimum. അങ്ങനെയുള്ള പോയിൻറ്റ്സുകളെയാണ് നമ്മൾ സാഡിൽ പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ
a differentiable function f of xy has a saddle point at a critical point a b എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിൽ ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, സോ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് രണ്ടും 0 ആണ്. അങ്ങനെയുള്ളൊരു പോയിന്റിൽ ഫംഗ്ഷന് സാഡിൽ പോയിന്റ് ആകണമെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ എക്സ്ട്രീം പോയിന്റ്സ് ആകരുത്, ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ മാക്സിമം ഉണ്ടാകരുത്, മിനിമം ഉണ്ടാകരുത്. ഇഫ് ഇൻ എവരി ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് എ ബി, അതായത് എ ബി സെൻറ്റർ ആയിട്ടുള്ള ഏതൊരു ഡിസ്ക് കൺസിഡർ ചെയ്താലും അല്ലെങ്കിൽ എ ബിയുടെ ഒരു ചെറിയ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്താലും അവിടെ പോയിന്റ്സ് കണ്ടെത്താൻ സാധിക്കണം എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എ ബി ആകുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കും. അതായത് എഫ് ഓഫ് എ ബിയെക്കാട്ടിലും വലുതായിട്ട് ഒരു പോയിന്റ്സ് എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ എഫ് ഓഫ് എ ബി അല്ല മാക്സിമം. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ എഫ് ഓഫ് എ ബി എന്ന രീതിയിൽ പോയിന്റ്സ് കണ്ടെത്താൻ സാധിക്കണം. അതായത് എഫ് ഓഫ് എ ബി അല്ല മിനിമം, അതായത് എഫ് ഓഫ് എ ബി മാക്സിമമോ മിനിമമോ അല്ലാത്ത ക്രിട്ടിക്കൽ പോയിന്റ്സുകളെയാണ് നമ്മൾ സാഡിൽ പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു പോയിന്റ്സിനെ നമ്മൾ സർഫസിൻ്റെ സാഡിൽ പോയിന്റ് എന്ന് വിളിക്കും. അതായത് എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സും ഇൻ ജനറലി ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും അത് 0 ആകുന്ന എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സിലും ഫംഗ്ഷന് മാക്സിമം ഉണ്ടാകണമെന്നോ മിനിമം ഉണ്ടാകണമെന്നോ നിർബന്ധമില്ല. ഇങ്ങനെ ഫംഗ്ഷന് മാക്സിമമോ മിനിമോ ഉണ്ടാകാത്ത ക്രിട്ടിക്കൽ പോയിന്റ്സുകളെയാണ് നമ്മൾ സാഡിൽ പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. അഥവാ അങ്ങനെയുള്ള പോയിന്റ്സിൽ ആ പോയിന്റിൽ എഫ് ഓഫ് എ ബിയെക്കാട്ടിലും വലുതായിട്ട് ഒരു എഫ് ഓഫ് എക്സ് വൈ എങ്കിലും ഉണ്ടാകണം, എഫ് ഓഫ് എ ബിയെക്കാട്ടിലും ചെറുതായിട്ട് ഒരു എഫ് ഓഫ് എക്സ് വൈ എങ്കിലും ഉണ്ടാകണം. അതായത് ഫംഗ്ഷന് മാക്സിമോ ഇല്ല, ആ പോയിന്റ്സിൽ മിനിമോ ഇല്ല. അങ്ങനെ ഏത് എ ബിയുടെ നെയ്ബർഹുഡ് എടുത്താലും അങ്ങനെ എഫ് ഓഫ് എ ബിയെക്കാട്ടിലും വലുതായിട്ടും ചെറുതായിട്ടും ഉള്ള പോയിന്റ്സ് ഉണ്ടാകുന്ന പോയിന്റ്സുകളെയാണ് നമ്മൾ സാഡിൽ പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. അഥവാ ക്രിട്ടിക്കൽ പോയിന്റ്സ് in which the function has neither a maximum nor a minimum is called എന്ത് സാഡിൽ പോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പം നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് ചില ഫംഗ്ഷൻ്റെ നമുക്ക് മാക്സിമം മിനിമം കണ്ടെത്താനായിട്ട് നമുക്ക് ശ്രമിച്ചു നോക്കാം. എക്സാമ്പിൾസ് ആർ find the local extremum, find the local extremum of f of xy is equal to x square plus y square. സോ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം പോളിനോമിയൽ എക്സിലും വൈയിലുമുള്ള പോളിനോമിയലിലെ കോമ്പിനേഷനാണ്. സോ ഇത് എക്സ്ട്രീം എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഷുഡ് ബി ഈക്വൽ ടു 0. ഹിയർ എഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 2x. ഷുഡ് ബി ഈക്വൽ ടു 0 മീൻസ് x ഈസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് വൈ is equal to 2y is equal to 0 implies y is equal to 0. സോ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 0 0. ഓക്കെ, നൗ ഈ ഫംഗ്ഷന് ഈ 0 0 എന്നുള്ള പോയിന്റിൽ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഒബ്സർവ് ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം എക്സ് സ്ക്വയറും പോസിറ്റീവാണ്, വൈ സ്ക്വയറും പോസിറ്റീവാണ്. സോ ഇതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 0 ആണ്. സോ the function has minimum value of 0. കാരണം എപ്പോഴും പോസിറ്റീവാണ്, സോ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനി 0 കിട്ടാൻ വേണ്ടി എക്സും വൈ എന്തായാൽ മതി, 0 ആയാൽ മതി. അപ്പം എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ 0 0 എന്നുള്ള പോയിന്റിൽ മാത്രമേ എഫ് ഓഫ് എക്സ് വൈ 0 ആകത്തുള്ളൂ. സോ 0 ആണ് അതിൻ്റെ മിനിമം എന്ന് പറയുന്നത്, കാരണം ഫംഗ്ഷൻ എപ്പോഴും പോസിറ്റീവോ 0 ആണ്. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ലോക്കൽ മിനിമത്തിൻ്റെ പോയിന്റാണ്. കാരണം ആ ഫംഗ്ഷൻ്റെ ഏറ്റവും മിനിമം വാല്യൂ 0 ആണ്, ആ 0 അറ്റൈൻ ചെയ്യുന്നത് 0 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ എഫ് ഹാസ് എ ലോക്കൽ മിനിമം at 0 0. ഓക്കെ, സോ നമ്മൾ ആദ്യം മിനിമം എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പോയിന്റ്സ് കണ്ടുപിടിച്ചു, അതിനു വേണ്ടി ക്രിട്ടിക്കൽ പോയിന്റ്സ് എടുത്തു. ഇനിയും ആ പോയിന്റ്സിൽ മിനിമം ഉണ്ട് എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വി ഹാവ് ടു ഡു സംതിങ് എൽസ്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞത് എക്സ് ഇത് എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ 0 ആണ്. സോ ഇനി അടുത്ത് 0 അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 0 0യിൽ 0 അറ്റൈൻ ചെയ്യുന്നു. സോ മിനിമം വാല്യൂ എന്താണ്, അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് 0 0 ആണ് എന്നാണ്, അല്ലെങ്കിൽ ലോക്കൽ മിനിമം അറ്റ് 0 0 ആണെന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ലെറ്റ്സ് ഡിസ്കസ് സം മോർ എക്സാമ്പിൾസ്. എക്സാമ്പിൾ 2, ഫൈൻഡ് ദ എക്സ്ട്രീമം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു
y square minus x square. Then that's the function. Clearly ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, കാരണം y സ്ക്വയർ പോളിനോമിയൽ ഇൻ y, എക്സ് സ്ക്വയർ ഇസ് എ പോളിനോമിയൽ ഇൻ എക്സ്, ഇതിൻ്റെ കോമ്പിനേഷൻ ആണ്. സോ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കുക, ആ പോയിന്റ്സിലേക്ക് മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത. സോ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എഫ് എക്സ് എന്ന് പറഞ്ഞത് ഇവിടെ -2x ആണ്, കാരണം y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, -x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഈസ് -2x ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് x is equal to 0. Similarly, fy is equal to 0 implies fy is actually 2y is equal to 0. Implies y is equal to 0. So, in the critical point is actually 0, 0. ഞാൻ നോക്കേണ്ടത് ഈ ഫംഗ്ഷൻ ഈ പോയിന്റിൽ മാക്സിമോ മിനിമോ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിനുവേണ്ടി നമുക്കിപ്പോൾ ഉള്ളത് 0, 0 എന്ന് പറയുന്ന പോയിന്റ് കണ്ടെയ്ൻ ഇതാണ് 0, 0. ഓക്കെ, ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന റീജിയനാണ് ഇത്. ഓക്കെ, സോ ആദ്യമായി ഇത് എഫ് ഓഫ് എക്സ് 0 എന്ന് പറയുന്ന, അതായത് y ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. y ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 0 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ, വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0. ഓക്കെ, സോ എഫ് ഓഫ് 0, 0 എന്ന് പറയുന്ന വാല്യൂ ഈസ് ഈക്വൽ ടു 0 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ, വിച്ച് ഈസ് 0. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് 0 എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് മൈനസ് എക്സ് സ്ക്വയർ, വിച്ച് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് 0, 0. ഓക്കെ, അപ്പോൾ 0, 0യുടെ നെയ്ബർഹുഡിൽ, അതായത് ഞാൻ ഇങ്ങനെ എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ കൺസിഡർ ചെയ്ത് 0, 0യുടെ നെയ്ബർഹുഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ എക്സ് ആക്സിലെ പോയിന്റ്സ് കൺസിഡർ ചെയ്താൽ ആ പോയിന്റ്സിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂസ് എല്ലാം ആൻസർ മൈനസ് എക്സ് സ്ക്വയർ ആണ്, അത് നെഗറ്റീവാണ്. സോ ഈ നെയ്ബർഹുഡിൻ്റെ അകത്ത് എക്സ് ആക്സിലെ പോയിന്റ്സ് കൺസിഡർ ചെയ്താൽ അവിടെ എല്ലാം ഫംഗ്ഷൻ്റെ വാല്യൂവിനെക്കാട്ടിലും ചെറുതാണ് എഫ് ഓഫ് എക്സ് 0. ഇപ്പോൾ ഉദാഹരണമായിട്ട് എഫ് ഓഫ് 1, 0 എടുത്തു കഴിഞ്ഞാൽ അത് -1 എന്ന് കിട്ടും. -1 ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0, അപ്പോൾ അതിൻ്റെ നെയ്ബർഹുഡിലുള്ളതാണ്. അടുത്തത് എഫ് ഓഫ് 0y കൺസിഡർ ചെയ്യും. എഫ് ഓഫ് 0y ഈസ് ആക്ച്വലി y സ്ക്വയർ മൈനസ് 0 സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു y സ്ക്വയർ, വിച്ച് ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0, y ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. ഓക്കെ, സോ വിച്ച് മീൻസ് എഫ് ഓഫ് 0y is actually greater than f of 0, 0. ഓക്കെ, അതായത് ഞാൻ y ആക്സിലെ പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ y ആക്സിലെ പോയിന്റ് ഈ നെയ്ബർഹുഡിൻ്റെ അകത്തുണ്ട്, ഈ വട്ടത്തിൻ്റെ അകത്താണ് y ആക്സിലെ പോയിന്റ്. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും 0, 0യെക്കാട്ടിലും, അതായത് എഫ് ഓഫ് 0, 0 എന്ന് വെച്ചാൽ 0 ആണ്, അതിനെക്കാട്ടിലും വലുതായിരിക്കും. സോ എനിക്ക് നെയ്ബർഹുഡ് എടുത്തു, നെയ്ബർഹുഡിൻ്റെ അകത്ത് എനിക്ക് എപ്പോഴും എക്സ് ആക്സിലെ പോയിന്റ്സും ഉണ്ട്, y ആക്സിലെ പോയിന്റ്സും ഉണ്ട്. സോ എക്സ് ആക്സിലെ പോയിന്റ്സ് കൺസിഡർ ചെയ്താൽ, ഓക്കെ, സോ ഇഫ് യു കൺസിഡർ എക്സ് ആക്സിലെ പോയിന്റ്സിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ്, എഫ് ഓഫ് 0, 0യെക്കാട്ടിലും ചെറുതാണ്. സോ പോയിന്റ്സ് ഇൻ എക്സ് ആക്സിസ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ആക്ച്വലി ലെസ് ദാൻ എഫ് ഓഫ് 0, 0. ആൻഡ് കൺസിഡർ ദ പോയിന്റ്സ് ഇൻ വൈ ആക്സിസ്, ദെൻ എഫ് ഓഫ് എക്സ് വൈ is actually greater than f of 0, 0. അപ്പോൾ നമുക്ക് 0, 0യുടെ നെയ്ബർഹുഡ് എടുത്തപ്പോൾ അവിടെ എനിക്ക് എന്ത് കിട്ടി, പോയിന്റ്സ് കിട്ടി. ആ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ എഫ് ഓഫ് 0, 0യെക്കാട്ടിലും ചെറുതായിട്ടും വലുതായിട്ടും കിട്ടും. സോ വിച്ച് മീൻസ് 0, 0 ഒരു ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ആ 0, 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ മിനിമോ ആകത്തില്ല, മാക്സിമോ ആകത്തില്ല എന്നുള്ളതാണ്. സോ മിനിമോ മാക്സിമോ ആകത്തില്ലെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് സാഡിൽ പോയിന്റ് ആണ്. സോ ക്ലിയർലി വി ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് 0, 0 ഈസ് എ സാഡിൽ പോയിന്റ്. So 0, 0 is a saddle point. Okay, so നമുക്ക് കിട്ടി 0, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഒരു സാഡിൽ പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഈ പോയിന്റിൽ ഫംഗ്ഷന് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്, അവിടെ ഫംഗ്ഷന് മാക്സിമോ ഇല്ല, മിനിമോ ഇല്ല. സോ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആകുന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരു ഫംഗ്ഷൻ മാക്സിമോ ആണോ മിനിമോ ആണോ ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയാൻ സാധ്യമല്ല.
സോ അതിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ടെസ്റ്റുകൾ നമുക്ക് വേണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ കേസിൽ നമ്മളൊരു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കണ്ടെത്തിയിരുന്നു. ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം നമ്മളുടെ എക്സിസ്റ്റൻസ് പറഞ്ഞത്. സിമിലർലി ഇവിടെ നമുക്കൊരു സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫംഗ്ഷൻ്റെ മാക്സിമത്തെക്കുറിച്ചും മിനിമത്തെക്കുറിച്ചും കൃത്യമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് പറയുന്നത്. കാരണം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സീറോ ആകുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ് സീറോ ആകുന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധ്യമല്ല. സോ which can be established using this example. Okay, so further details will be discussed in the next video. Thank you.